നമസ്കാരം. സഹകരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഗതം. നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ പാർട്ട് 1 ക്ലാസ് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യനൊക്കെ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2 ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഹൈഡ്രോ പവർ പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് 2 ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് ക്ലാസ് നോക്കാം. അതിൽ കുറച്ച് പഴയ നമ്മുടെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അടുത്ത നമ്മൾ കുറ്റ്യാടി. കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതി നമ്മൾ പഠിച്ചു. ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതിയും പഠിച്ചു ശബരിഗിരി. ഏറ്റവും വലിയ മൂന്നാമത്തെ പദ്ധതിയാണ് കുറ്റ്യാടി എവിടെയാണ്? കോഴിക്കോട് ജില്ലയാണ് കുറ്റ്യാടി. 225 മെഗാവാട്ട് കറണ്ടാണ് കുറ്റ്യാടി ഉൽപ്പാദിപ്പിക്കുന്നത്. കുറ്റ്യാടി പറയുന്നതിനെ മലബാറിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഏറ്റവും വലിയ മൂന്നാമത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, മലബാറിലെ ആദ്യത്തെ പദ്ധതി എന്നെല്ലാം അറിയപ്പെടുന്ന കുറ്റ്യാടിയാണ്. കുറ്റ്യാടി കറക്റ്റ് കക്കയം ഡാം, കോഴിക്കോട് ജില്ല കുറ്റ്യാടി പുഴയിൽ തന്നെയാണ്. കേരളത്തിൻ്റെ മഞ്ഞ നദി യെല്ലോ റിവറാണ് കുറ്റ്യാടി റിവർ. കറക്റ്റ് കക്കയം ഡാമാണ്. കക്കയം ഡാമിൽ നിന്നും വെള്ളമെടുത്താണ് കുറ്റ്യാടി പദ്ധതി കറണ്ട് എടുക്കുന്നത്. കക്കയം ഡാം മാത്രമല്ല, മെയിൻ റിസർവയർ കക്കയം. നമ്മൾ പറഞ്ഞു കുറ്റ്യാടി പുഴയെ വിളിക്കുന്നത് കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നാണെന്ന് പറഞ്ഞു അല്ലേ. മുരാട് പുഴ, കുറ്റ്യാടി പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുരാട് പുഴ. ക്ലിയർ അല്ലേ? ഈ കുറ്റ്യാടി 225 മെഗാവാട്ടാണ് കറണ്ട് 1972 വന്നു. 1972 225 മെഗാവാട്ട് കറണ്ട് എടുത്ത് നമ്മുടെ കുറ്റ്യാടി വന്നു, കോഴിക്കോട് ജില്ല. ക്ലിയർ അല്ലേ? കറക്റ്റ് തിരിക്കുന്നത് കുറ്റ്യാടി, കോഴിക്കോട്, കൊയിലാണ്ടി താലൂക്ക്, കൂരാച്ചുണ്ട് പഞ്ചായത്ത്, ചക്കിട്ടപ്പാറ വില്ലേജ്. ഓർക്കുക, ചക്കിട്ടപ്പാറ വില്ലേജിലാണ് കറക്റ്റ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ പ്രത്യേകത, ഇത് കക്കയം ഡാമാണ് മെയിൻ റിസർവോയർ. കക്കയം കൂടാതെ തരിയോട് അണക്കെട്ട്, കക്കയം ഡാമിൽ നിന്നും തരിയോട് ഡാമിൽ നിന്നും സംഭരണിയിലെ വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എന്ന് ചോദിച്ചാൽ അത് കുറ്റ്യാടിയാണ്. ഇതാണ് കുറ്റ്യാടിയാണ്. അടുത്ത കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റാണ് കക്കാട് പദ്ധതി. കക്കാട് പമ്പാ നദിയാണ്. കക്കാടെല്ലാം പമ്പയുടെ പോഷക നദിയാണ്. കക്കാട് പമ്പാ നദിയാണ്. ദ പ്രോജക്റ്റ് മെയിൻലി ലേസ് പമ്പാ റിവറാണ്. ഈ കക്കാട് എന്ന് പറയുന്നത് 2 പ്ലാന്റ്സ് ആണ്. അതായത് 25 മെഗാവാട്ടും പിന്നെ അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി കമ്പൈൻഡ് 50 മെഗാവാട്ടുമാണ് കക്കാട് പദ്ധതി. ഈ കക്കാട് കറക്റ്റ് ശബരിഗിരി പവർ സ്റ്റേഷനിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം, ശബരിഗിരിയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള മിച്ചം വെള്ളം ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് കക്കാട് പദ്ധതി എന്ന് പറയുന്നത്. മൂഴിയാർ ഡാം, വെളുത്തോട് ഡാം, ഇതെല്ലാം സീതത്തോട് പഞ്ചായത്തിലാണ്. മൂഴിയാർ കാരണം ഓർമ്മയില്ലേ, നമ്മൾ പഠിച്ചില്ലേ ശബരിഗിരിയുടെ പവർ ഹൗസ് മൂഴിയാർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പുറത്തോട്ട് പോകുന്ന മൂഴിയാർ ഡാമിലെ വെള്ളവും വെളുത്തോട്, ഇതെല്ലാം പത്തനംതിട്ട സീതത്തോട് പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. വെളുത്തോട് ഡാമും ഇതെല്ലാം കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയറല്ലേ? മറന്നേ പോരുത്. കക്കാടിൻ്റെ പ്രത്യേകത, കക്കാട് എന്ന് പറയുന്നത് 50 മെഗാവാട്ട് കറണ്ടാണ് എടുക്കുന്നത്. 25 മെഗാവാട്ടിൻ്റെ 2, അതാണ് നമ്മൾ പറഞ്ഞത്. 25 മെഗാവാട്ടിൻ്റെ 2 വെച്ച് 50 മെഗാവാട്ടാണ് കക്കാട് പ്രവർത്തിക്കുന്നത്. ആ കക്കാട് പ്രവർത്തിക്കാൻ എടുക്കുന്നത് മൂഴിയാർ ഡാമിലെ വെള്ളവും, കാരണം ശബരിഗിരിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളമാണല്ലോ മൂഴിയാർ. ആ മൂഴിയാർ ഡാമിലെ വെള്ളവും വെളുത്തോട് ഡാം അതും കൂടെയാണ് എടുത്ത് കക്കാട് പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് മലമ്പുഴ ഒരു സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ചെറുകിട പദ്ധതിയാണ് മലമ്പുഴ. ഏറ്റവും വലിയ ഡാം എന്നേ ഉള്ളൂ, പക്ഷേ ചെറിയൊരു പദ്ധതിയാണ്. വെറും 2.5 മെഗാവാട്ട് കറണ്ടാണ് നമ്മുടെ മലമ്പുഴയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മലമ്പുഴ 2.5. മലമ്പുഴ നദി പാലക്കാട്, ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിക്ക് കുറുകെയാണ് ഇതിരിക്കുന്നത്. പാലക്കാട് ജില്ലയാണ്. നമുക്കറിയാം മലമ്പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. ഇത് 1955 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരസ്വാമി കാമരാജാണ് ഉദ്ഘാടനം ചെയ്തത്. 1955 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരസ്വാമി കാമരാജാണ് ഇത് നമ്മുടെ മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. ക്ലിയർ അല്ലേ? മലമ്പുഴ ഡാം നമ്മൾ പറഞ്ഞു മലമ്പുഴ നദിക്ക് കുറുകെ എന്ന് പറഞ്ഞു. ഭാരതപ്പുഴയുടെ പോഷക നദിയൊക്കെയാണ് മലമ്പുഴ. കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ ഗാർഡൻ അല്ലേ. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴ. നേക്ക് ചന്താണ് നിർമ്മിച്ചത്, ചോദിച്ചതാണ് അല്ലേ. അതുപോലെ തന്നെ മലമ്പുഴയിലെ യക്ഷി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചതല്ലേ മലമ്പുഴയിലെ യക്ഷി. മറക്കരുത്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. മലമ്പുഴ റോക്ക് ഗാർഡൻ, ദ ഫസ്റ്റ് റോക്ക് ഗാർഡൻ ഇൻ സൗത്ത് ഇന്ത്യ, ബിൽറ്റ് ബൈ നേക്ക് ചന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡനായ മലമ്പുഴ റോക്ക് ഗാർഡൻ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കേരളാസ് ഫസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫാൻറ്റസി പാർക്ക് മലമ്പുഴ ഡാമിനടുത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫാൻറ്റസി പാർക്കൊക്കെ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് പീച്ചി ഡാം.
തൃശ്ശൂർ ജില്ല. പീച്ചി ഡാം തൃശ്ശൂരിലാണ് പീച്ചി ഡാം. കറക്റ്റ് പീച്ചി ഡാം മണലി എന്ന നദിയിലാണ്. മണാലി അല്ല, മണലിപ്പുഴ. മണലിപ്പുഴയിലാണ് പീച്ചി ഡാം ഇരിക്കുന്നത്. പീച്ചി ഡാം 57ലേക്ക് കെട്ടി. പീച്ചി ഡാം എന്ന് കെട്ടി 57ലേക്ക് കെട്ടി. പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ ഒഴുകുന്ന നദിയൊക്കെയാണ് ഇതൊക്കെ, ഓർക്കുക. ആ പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാഞ്ചുറി ഈ ഡാമിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. പീച്ചി ഡാമിൻ്റെ അടുത്താണ്. കല്ലട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. കല്ലട എന്ന് പറയുന്നത് കൊല്ലം ജില്ല. അത് കറക്റ്റ് 15 മെഗാവാട്ട് കറണ്ടാണ് എടുക്കുന്നത്. 15 മെഗാവാട്ട്. 1994 ജനുവരി 5 കല്ലട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുന്നത്. 1994 ജനുവരി 5 കല്ലട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുന്നു. ഇത് കറക്റ്റ് കല്ലട ഡാമുമായിട്ട് ബന്ധം തന്നെയാണ്. കല്ലട പദ്ധതി കല്ലട ഡാമുമായിട്ട് ബന്ധമാണ്, ഓർക്കുക. ഇത് കറക്റ്റ് എന്ന് പറയുന്നത് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. പരപ്പാർ ഡാമും തെന്മല ഡാമെന്ന് ഞാൻ പറഞ്ഞു. പരപ്പാർ ഡാമും തെന്മല ഡാമും ഇതെല്ലാം കല്ലട തന്നെയാണെന്ന് ഓർക്കുക. ദ ഡാം വാസ് ഫോർമലി ഇനോഗ്രേറ്റഡ് ഇൻ 1986. 1986 കല്ലട ഇത് വരുന്നത്. ഇതാണ് ഡാം ഫോർമലി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്തത് 1986. ഈ കല്ലട ഡാം ഈസ് ഓൾസോ നോൺ ആസ്, കല്ലട തന്നെയാണ് പരപ്പാർ ഡാം എന്നും തെന്മല ഡാം എന്നൊക്കെ അറിയപ്പെടുന്നത്. ദ ഡാം വാസ് ഫോർമലി ഇനോഗ്രേറ്റഡ് 1986. കല്ലട ഡാം ഫോർമലി ഇനോഗ്രേറ്റഡ് 1986 ആണ്. അടുത്തത് പേപ്പാറ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി. പേപ്പാറ തിരുവനന്തപുരം ജില്ല, കരമനയാറ്റിലിരിക്കുന്നു. മറക്കരുത്, കരമനയാറ്റിലാണ് നമ്മുടെ പേപ്പാറ ഇരിക്കുന്നത്. 3 മെഗാവാട്ടേ ഉള്ളൂ കപ്പാസിറ്റി. പേപ്പാറയുടെ 3 മെഗാവാട്ടേ ഉള്ളൂ. പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയൊക്കെ ഇതിൻ്റെ ഭാഗത്തുണ്ട്. പേപ്പാറ വന്യജീവി സങ്കേതമൊക്കെ ഇതിൻ്റെ ഭാഗത്താണ്. അപ്പോൾ പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി, പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്നോ പേപ്പാറ ഡാം എന്നൊക്കെ ചോദിച്ചാലും കരമനയാറ്റിൽ തന്നെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർക്കുക. ക്ലിയർ ആണേ. ഇതിൻ്റെ അടുത്ത് പേപ്പാറ വന്യജീവി സങ്കേതമൊക്കെ ഉണ്ട്. കറക്റ്റ് പേപ്പാറ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുന്നത് 1996 ജൂൺ 15. 1996 ജൂൺ 15 പേപ്പാറ ഡാം കിട്ടുന്നത് 83. പേപ്പാറ ഡാം 83. നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ലീഡർഷിപ്പിലാണ് പേപ്പാറ ഡാം. 1983 പേപ്പാറ അണക്കെട്ട് കരമനയാറ്റിൽ വരുന്നു. ഈ പറഞ്ഞ നമ്മുടെ ആക്ടിവിറ്റീസ് പേപ്പാറ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെത് 1996 ജൂൺ 15. ക്ലിയർ അല്ലേ? നെയ്യാർ ഡാം കേരളത്തിൻ്റെ തെക്കേ അറ്റം തിരുവനന്തപുരം ജില്ല. നെയ്യാർ ഡാം കേരളത്തിൻ്റെ തെക്കേ അറ്റം തിരുവനന്തപുരം ജില്ല. നെയ്യാർ ഡാം നമുക്കറിയാം 1958 നെയ്യാർ വന്യജീവി സങ്കേതം വന്നതും 1958 തന്നെയാണ്. നെയ്യാർ ഡാം 1958. കേരള ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ നെയ്യാർ ഡാമിലല്ലേ. സ്റ്റീവ് ഇർവിൻ പാർക്ക്. അഗസ്ത്യാർ ക്രോക്കഡൈൽ കേരള എന്നല്ല, അഗസ്ത്യാർ ക്രോക്കഡൈൽ. കേരള എന്ന് ചോദിച്ചാലും കറക്റ്റാണ്. അഗസ്ത്യാർ മലയിലല്ലേ കിടക്കുന്നത്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ കിടക്കുന്നതും നെയ്യാർ ഡാമിലാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് അല്ലേ, ഓർക്കുക. നെയ്യാർ ഡാം. അഗസ്ത്യാർ ക്രോക്കഡൈൽ നമ്മൾ പറഞ്ഞു, മറക്കരുത്. ഇതെല്ലാം നെയ്യാറാണ്. അതുപോലെ തന്നെ ലയൺ സഫാരി പാർക്ക്, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാം മരക്കുന്നം ദ്വീപാണ്, മറക്കരുത്. ക്ലിയർ അല്ലേ? അടുത്തത് മലങ്കര സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. നമ്മൾ പറഞ്ഞു ഇടുക്കിയിൽ നിന്നും പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവനാണ് മലങ്കര. കണ്ടോ, മലങ്കര സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ് മലങ്കര, ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് മലങ്കര. പ്രത്യേകത എന്താണ്? ദ പ്രോജക്റ്റ് ഈസ് പവേർഡ് ബൈ ദ വാട്ടർ റിലീസ് ഫ്രം ഇടുക്കി ഡാം. നമ്മൾ പറഞ്ഞു ഇടുക്കിയിൽ നിന്നും പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവനാണ് മലങ്കര പദ്ധതി എന്ന് പറയുന്നത്. മലങ്കര ഒരു ചെറിയ പദ്ധതിയാണ്. വെറും 10.5 മെഗാവാട്ടേ ഉള്ളൂ കറണ്ട് എടുക്കുന്നത്. 3.5 മെഗാവാട്ട് വെച്ചാണ് നമ്മുടെ 3 ഇതിൽ നിന്നാണ് എടുക്കുന്നത്. 3 യൂണിറ്റായിട്ട് 3.5 വെച്ച് എടുക്കും. 3.5 മെഗാവാട്ട് ഇൻറ്റു 3 യൂണിറ്റാണ്. അങ്ങനെയാണ് 10.5 മെഗാവാട്ട് മലങ്കരയ്ക്ക് എടുക്കുന്നത്. ഓർക്കുക, ഇടുക്കിയിൽ നിന്നും പുറന്തള്ളുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവനാണ് മലങ്കര. വെറും 10.5 മെഗാവാട്ട്. ഇടുക്കി ജില്ല ഓർക്കുക. മലങ്കരയ്ക്കടുത്ത് തൊടുപുഴ ഓർക്കുക. ക്ലിയർ അല്ലേ? ബാണാസുര സാഗർ ഡാം കേൾക്കുമ്പോഴേ അറിയാം. ബാണാസുര എന്ന് പറയുന്നത് അത് എർത്ത് ഡാമാണ്. ഏറ്റവും വലിയ എർത്ത് ഡാം. ദ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഏഷ്യ. ദ ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഏഷ്യയാണ്. ബാണാസുര സാഗർ ഡാം കബനി നദിക്ക് കുറുകെയാണ്. വയനാട് കബനി നദിക്ക് കുറുകെ, കരമനത്തോടിന് കുറുകെ. ബാണാസുര സാഗർ ഇരിക്കുന്നത് കറക്റ്റ് കബനി നദിയിലെ കരമനത്തോടിന് കുറുകെയാണ്, വയനാട്. ഇത് കെട്ടിയത് 1979. കൺസ്ട്രക്ഷൻ ഓഫ് ബാണാസുര സാഗർ ഡാം 1979 ആണ്. ഇപ്പോൾ ഇതിൽ ഒരു ഒഴുകുന്ന സൗരോർജ്ജ നിലയമുണ്ട്. ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഇതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാമിൽ
ഇന്ത്യാസ് ഫസ്റ്റ് നമ്മുടെ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ്, അതായത് ഒഴുകുന്ന ഒരു സൗരോർജ്ജ നിലയം നമ്മുടെ വയനാട് ബാണാസുര സാഗർ ഡാമിലുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത നേര്യമംഗലം പവർ പ്രോജക്റ്റ്. നേര്യമംഗലം പവർ സ്റ്റേഷൻ മനസ്സിൽ വരണം. ഇത് കറക്റ്റ് പനംകുട്ടി എന്ന സ്ഥലത്താണ് കിടക്കുന്നത്, ഇടുക്കിയിലെ പനംകുട്ടിയിലാണ് നേര്യമംഗലം കിടക്കുന്നത് പനംകുട്ടി എന്ന സ്ഥലം, ഇടുക്കി ജില്ല. കറക്റ്റ് ഇതിൻ്റെ കപ്പാസിറ്റി നേര്യമംഗലം കപ്പാസിറ്റി 77.5 മെഗാവാട്ടാണ്. നേര്യമംഗലം എത്ര കറണ്ടാണ് എടുക്കുന്നത്? 77.5 കറണ്ടാണ് നേര്യമംഗലം എടുക്കുന്നത്. മറക്കരുത്. ഇതിൽ മെയിനായിട്ട് നേര്യമംഗലവുമായിട്ട് ബന്ധപ്പെട്ടത് കല്ലാർ ഡാമുണ്ട്, മുതിരമ്പുഴ വിച്ച് ഈസ് ബിൽറ്റ് ഓൺ ദ മുതിരമ്പുഴ റിവർ ഇൻ ഇടുക്കിയാണ്. അതായത് വാട്ടർ ഫോർ പവർ ജനറേഷൻ ഈ സോഴ്സ്ഡ് ഫ്രം ഇതിന് വേണ്ടിയുള്ള വാട്ടർ പവർ നേര്യമംഗലം പവർ സ്റ്റേഷനിലുണ്ട് എടുക്കുന്ന കല്ലാർ ഡാം. അതുപോലെ തന്നെ വിച്ച് ഈസ് ബിൽറ്റ് ഓൺ ദ മുതിരമ്പുഴ റിവർ ഇൻ ഇടുക്കി. മുതിരമ്പുഴ ഓർത്തോളം, ഇടുക്കിയിലെ മുതിരമ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ്, ഓർക്കുക. ക്ലിയർ അല്ലേ? വാട്ടർ ഫോർ പവർ ജനറേഷൻ ഈ സോഴ്സ്ഡ് ഫ്രം ദ കല്ലാർ ഡാം, ഓർക്കുക. നേര്യമംഗലത്തിന് വിച്ച് ഈസ് ബിൽറ്റ് ഓൺ ദ മുതിരമ്പുഴ. ഇനോഗ്രേറ്റ് ചെയ്തത് 1961, 1961 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. യെസ്, ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ നമ്മുടെ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അല്ലേ. ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനോഗ്രേറ്റ് ചെയ്ത 1961 വൈസ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം, അന്ന് വൈസ് പ്രസിഡന്റാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് 1961 നേര്യമംഗലം പവർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ലിയറല്ലേ? മറന്നേ പോകരുത്. ഉറുമി പദ്ധതി, ഉറുമി ഫസ്റ്റ് PSC ചോദിച്ചാണ്. ഉറുമി ജലവൈദ്യുത പദ്ധതി ഫസ്റ്റ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോടഞ്ചേരി വില്ലേജ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി ഇരിക്കുന്നത്. ഇത് 3.75 മെഗാവാട്ടാണ്. 3.75 3 യൂണിറ്റിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒന്നര വെച്ച് ആണ്, ഒന്നര വെച്ചാണ് മൊത്തം 3.75. ക്ലിയർലി? 1.5 വെച്ച് 3 യൂണിറ്റ്, അപ്പോൾ 3.75. അതുപോലെ തന്നെ ഉറുമി 2 പ്രോജക്റ്റ് ഇരിക്കുന്നത് പൊയിലിംഗപ്പുഴ എന്ന് പറയുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദിയാണ്. ദ വാട്ടർ റിക്വയർഡ് ഫോർ ദ ഉറുമി സെക്കൻഡ് പ്രോജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ പൊയിലിംഗപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഇരുവഴിഞ്ഞിപ്പുഴ. പൊയിലിംഗപ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദിയാണ് കേട്ടോ. അതിലാണ് നമ്മുടെ ഉറുമി ഇരിക്കുന്നത്, ഉറുമി പ്രോജക്റ്റ് ഇരിക്കുന്നത്. ക്ലിയറല്ലേ? കോഴിക്കോട് ജില്ല എന്ന് ഓർത്താൽ മതി, കോഴിക്കോട് ജില്ല, ഇരുവഴിഞ്ഞിപ്പുഴ. ഉറുമി സെക്കൻഡും ഇരിക്കുന്നത് കറക്റ്റ് വില്ലേജ് കോഴിക്കോട് ജില്ല തന്നെയാണ്, തിരുവമ്പാടി വില്ലേജാണ്. തിരുവമ്പാടി വില്ലേജ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വില്ലേജിലാണ് ഉറുമി സെക്കൻഡ് ഇരിക്കുന്നത്, മറക്കരുത്. അത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദിയായ പൊയിലിംഗപ്പുഴയിൽ തന്നെയാണ്. ഈ ഉറുമി 2ൻ്റെ കപ്പാസിറ്റി 2.4 മെഗാവാട്ടാണ് ഉറുമി 2. കറക്റ്റ് 3 യൂണിറ്റ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. 0.8 വെച്ച് 3 യൂണിറ്റ്, 0.8 വെച്ച് 3 യൂണിറ്റ്, അതാണ് 2.4 മെഗാവാട്ട് ഉറുമി സെക്കൻഡ്. പൊയിലിംഗപ്പുഴ തന്നെയാണ് ഉറുമി ഫസ്റ്റും ഉറുമി സെക്കൻഡും ഒക്കെ പൊയിലിംഗപ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദി. ഏത് രാജ്യമാണ് ഉറുമി പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുന്നത് ചോദിച്ചാൽ ചൈനയാണ്. ചൈനയുടെ സഹായത്തോടെയാണ് ഉറുമി വരുന്നത്. ക്ലിയർലി? മറന്നേ പോകരുത്, ചൈനയുടെ സഹായത്തോടെ ഉറുമി പദ്ധതി. പഴശ്ശി സാഗർ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ല. പഴശ്ശി അണക്കെട്ട് ഇരിക്കുന്നത് കണ്ണൂർ ജില്ല, വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി അണക്കെട്ട്. കറക്റ്റ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുന്നത് 2017. പഴശ്ശി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പദ്ധതി വരുന്നത് 2017 7.50 മെഗാവാട്ടാണ്. 7.5 മെഗാവാട്ടാണ്. 7.50 മെഗാവാട്ടാണ്. 7.50 മെഗാവാട്ട് പഴശ്ശി അണക്കെട്ട്. ഓർക്കുക, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാം ഇരിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയായിട്ടാണ് ബന്ധം, ഓർത്തോണേ. അടുത്ത പ്രൈവറ്റ് പദ്ധതികൾ, പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഏറ്റവും വലിയവൻ കുത്തുങ്കൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയവനാണ്. ഇൻഡിസിൽ കമ്പനിയുടെ പേരിലാണ്. ഇൻഡിസിൽ ഹൈഡ്രോ പവർ ആൻഡ് മാഗ്നസ് ലിമിറ്റഡിൻ്റെ പേരിലാണ് കുത്തുങ്കൽ എന്ന വലിയ പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പദ്ധതി ഇൻഡിസിൽ ഹൈഡ്രോ പവർ ആൻഡ് മാഗ്നീസ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഉടമസ്ഥതാ അവകാശം ഇൻഡിസിൽ, കോയമ്പത്തൂർ കമ്പനിക്കാരാണ്. ഓർക്കുക, കോയമ്പത്തൂർ ഇൻഡിസിൽ. അതുപോലെ തന്നെ അടുത്തത് കരിക്കയം അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡ്, പത്തനംതിട്ടയാണ്. കരിക്കയം പ്രൈവറ്റ് ഒരു പദ്ധതിയാണ് കരിക്കയം. അത് അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡ്, പത്തനംതിട്ട കരിക്കയം. ഓർക്കുക. ക്ലിയർലേ? മണിയാർ നമുക്കറിയാം, പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ആദ്യം വന്നതാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തേതാണ്. അത് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ കീഴിലാണ് മണിയാർ. ഫസ്റ്റ് പദ്ധതിയാണ് മണിയാർ സ്വകാര്യ മേഖലയിലെ. അടുത്തത്
പത്താങ്കയം മണിയാർ റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ് തന്നെയാണ്. കോടഞ്ചേരി കോഴിക്കോട്. പത്താങ്കയം കോടഞ്ചേരി കോഴിക്കോട്. കോടഞ്ചേരി കോഴിക്കോടാണ്, മറക്കരുത്. പത്താങ്കയം കോടഞ്ചേരി കോഴിക്കോടാണ്. പത്താങ്കയമൊക്കെ ഇത് ഇത്രയും പറഞ്ഞ കുത്തുങ്കലും കരിക്കയും മണിയാറും പത്താങ്കയൊക്കെ പ്രൈവറ്റ് ആണെന്ന് ഓർക്കുക, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് ഓർക്കുക. ക്ലിയറല്ലേ? ഉള്ളുങ്കലും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്, കക്കാട് നദിയിലാണ്. അതും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഉള്ളുങ്കൽ എന്ന് പറയുന്നത്. ഇരുട്ടുകാനം നമ്മുടെ ഇടുക്കിയിലാണ് ഇരുട്ടുകാനം പദ്ധതി. ഇരുട്ടുകാനം വിയാട്ട് പവർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, അതും നമ്മുടെ പ്രൈവറ്റ് ആണ്. മീൻവല്ലം പാലക്കാട് സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് കമ്പനി, സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് ആണ്. മീൻവല്ലം പാലക്കാടാണ്. തൂതപ്പുഴയിലാണ് മീൻവല്ലം ഇരിക്കുന്നത്. തൂതപ്പുഴ ഓർക്കണേ. മീൻവല്ലം ഒരു പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന പദ്ധതി തന്നെയാണ് മീൻവല്ലം. അതായത് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് മീൻവല്ലം എന്നറിയപ്പെടുന്നത്. അത് പാലക്കാടാണ്, ഓർക്കുക. ക്ലിയറല്ലേ? മണിയാർ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ വന്ന ആദ്യത്തെ പദ്ധതിയാണ് മണിയാർ. ദ ഫസ്റ്റ് പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് മണിയാർ. 1994 മണിയാർ വരുന്നത്. കറക്റ്റ് ഇരിക്കുന്നത് എവിടെ തന്നെയാണ്? മണിയാർ പത്തനംതിട്ട ജില്ലയാണ്. കക്കാട്ടാർ പമ്പയാണ്. മണിയാർ പമ്പയാണ്. പമ്പയുടെ പ്രധാന പോഷക നദിയാണ് മണിയാർ. പമ്പയാണ് മെയിൻ നദി. ആ പമ്പ അതിൻ്റെ കക്കാട് നദി, കക്കാട് അല്ലെങ്കിൽ കക്കാട്ടാറിൽ തന്നെയാണ് ഈ പ്രോജക്റ്റ് ഇരിക്കുന്നതെന്ന് ഓർക്കുക. പെരിനാട് വില്ലേജ്, പത്തനംതിട്ടയിലെ പെരിനാട് വില്ലേജ്. മെയിൻ നദി പമ്പ എന്ന് മാത്രം ഓർത്താൽ മതി. ക്ലിയർ ആണ്? മെയിൻ നദി പമ്പ. മണിയാർ ഡാം ഈസ് ദ പാർട്ട് ഓഫ് പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്, ഓർത്തോണം. ക്ലിയർ അല്ലേ? മെയിൻ നദി പമ്പയാണെന്ന് ഓർക്കുക. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ മണിയാർ ഡാം ഈസ് ഇറിഗേഷൻ. കാരണം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറിഗേഷനാണ്. മണിയാർ ഡാമും ഇറിഗേഷൻ ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നത്, പ്രൈവറ്റാണ്, ഓർക്കുക. കുത്തുങ്കൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും വലിയ ആദ്യത്തവനാണ്. ഏറ്റവും വലിയ ആദ്യത്തവനല്ല, ഏറ്റവും വലിയ സ്വകാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റായിട്ട് വന്നതിൽ ഏറ്റവും വലിയവൻ എന്ന് ഓർത്താൽ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയവനാണ്. ദ പ്രോജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ പന്നിയാർ റിവറിലാണ്. കുത്തുങ്കൽ പന്നിയാർ, പെരിയാറിൻ്റെ പോഷക നദിയായ പന്നിയാർ ഇടുക്കി ജില്ലയിലാണ് കുത്തുങ്കൽ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത്. 2001 ജൂൺ 1 വരുന്നത്. 2001 ജൂൺ 1 വന്നത്. 21 മെഗാവാട്ടേ ഉള്ളൂ. അതായത് 3 യൂണിറ്റായിട്ട് 7 മെഗാവാട്ട് വെച്ച് 3 യൂണിറ്റ്, 7 മെഗാവാട്ട് വെച്ച് കറണ്ട് എടുക്കുന്നു. 3 ടർബൈൻ കറക്കി, അങ്ങനെ 21 മെഗാവാട്ട് 2001 വന്നു. മറന്നേ പോകരുത്. പറയുന്നത് ലാർജസ്റ്റ് പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് പദ്ധതിയാണ്. കറക്റ്റ് ഇതിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ ഇരിക്കുന്നത് സേനാപതി ഗ്രാമപഞ്ചായത്ത്, ഉടുമ്പൻചോല താലൂക്ക്. ഇടുക്കി ഉടുമ്പൻചോല താലൂക്കിലെ സേനാപതി അവിടെയാണ് കുത്തുങ്കൽ ഇരിക്കുന്നത്, ഓർത്തോണം. ക്ലിയർ അല്ലേ? ദ പ്രോജക്റ്റ് ഈ കുത്തുങ്കൽ സ്വകാര്യ മേഖലയിലെ വലുതല്ല, ഇൻഡിസിൽ കോയമ്പത്തൂർ കമ്പനിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഉള്ളുങ്കൽ പ്രോജക്റ്റ് സ്വകാര്യ മേഖലയിലെ ഉള്ളുങ്കൽ പദ്ധതി ഞാൻ പറഞ്ഞു കക്കാട് നദിയിലാണെന്ന്. പത്തനംതിട്ട ജില്ല കക്കാട് നദിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, മറക്കുകയും ചെയ്തത്. കറക്റ്റ് അതിരിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന സ്ഥലത്താണ്, കക്കാട് നദിയിലാണ് ഉള്ളുങ്കൽ പ്രോജക്റ്റ് ഇരിക്കുന്നത്. ഉള്ളുങ്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കക്കാട് പ്രോജക്റ്റ് തന്നെയാണ്. 7 മെഗാവാട്ട് കപ്പാസിറ്റി. ഉള്ളുങ്കലിൻ്റെ എത്ര കപ്പാസിറ്റി? 7 മെഗാവാട്ട്. പത്തനംതിട്ട ജില്ല ഉള്ളുങ്കൽ, മറക്കരുത്, കപ്പാസിറ്റി 7 മെഗാവാട്ട്. ക്ലിയർ അല്ലേ? അടുത്തത് പത്താങ്കയം പ്രോജക്റ്റ്. പത്താങ്കയം കോഴിക്കോടാണ്. പത്താങ്കയം കറക്റ്റ് ഇരുവഴിഞ്ഞിപ്പുഴ ആയിട്ട് ബന്ധമാണ്. കോഴിക്കോട് കോടഞ്ചേരിയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലാണ്. നമ്മുടെ ചാലിയാറിൻ്റെ പോഷക നദിയല്ലേ ഇരുവഴിഞ്ഞിപ്പുഴ. ആ ഇരുവഴിഞ്ഞിപ്പുഴയിലാണ് നമ്മുടെ കോഴിക്കോട് അവിടെയാണ് പത്താങ്കയം പ്രോജക്റ്റ് ഇരിക്കുന്നത്. 8 മെഗാവാട്ട് പ്രൈവറ്റാണ്. 8 മെഗാവാട്ട്. മണിയാർ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മണിയാർ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ക്ലിയർലേ? കരിക്കയം പ്രോജക്റ്റ് ഇരിക്കുന്നത് കറക്റ്റ് പത്തനംതിട്ട ജില്ല ചിറ്റാർ. കരിക്കയം പ്രോജക്റ്റ് പത്തനംതിട്ട ജില്ല ചിറ്റാർ. കരിക്കയം പ്രോജക്റ്റ് കറക്റ്റ് ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ല, നമ്മൾ പറഞ്ഞു ഓൾറെഡി. കക്കാട് നദി ഇരിക്കുന്ന സ്ഥലം ചിറ്റാർ, പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന സ്ഥലത്താണ് കരിക്കയം. കക്കാട് നദിയിൽ തന്നെയാണ്. കരിക്കയം എന്നാണ് പറയുന്നത്. അത് കരിക്കയം അല്ലെങ്കിൽ കരിക്കയം അതിരിക്കുന്നത് പത്തനംതിട്ട ജില്ല. സ്വകാര്യ പദ്ധതി, പ്രൈവറ്റ് പദ്ധതിയാണ്. 15 മെഗാവാട്ടാണ് ഇതിൻ്റെ ഓണർഷിപ്പ് അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡ്. ദ പ്രോജക്റ്റ് വാസ് സെറ്റപ്പ് ബൈ അയ്യപ്പ ഹൈഡ്രോ പവർ ലിമിറ്റഡ് ആണ് ഇത് നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളും അതിരിക്കുന്ന നദിയും ജില്ലയും നോക്കാം. ഫസ്റ്റ് പള്ളിവാസൽ മുതിരമ്പുഴ നദി, ഇടുക്കി ജില്ല. ഫസ്റ്റ് പള്ളിവാസൽ മുതിരമ്പുഴ നദിയിലാണ് ഇടുക്കി ജില്ല. 2 കുത്തുങ്കൽ ഏറ്റവും വലിയ സ്വകാര്യ പദ്ധതിയാണ് പന്നിയാർ
നദിയിലാണ്, ഇടുക്കിയിലാണ്. ചെങ്കുളം എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ചെങ്കുളം ഇരിക്കുന്നത് മുതിരമ്പുഴയിൽ തന്നെയാണ്, ഇടുക്കിയിൽ തന്നെയാണ്. ഇടമലയാർ പദ്ധതി ഇടമലയാർ തന്നെയാണ്, പക്ഷേ ഇരിക്കുന്നത് എറണാകുളമാണ്. പെരിയാറിൻ്റെ പോഷക നദിയാണ് ഇടമലയാർ പദ്ധതി, ഇടമലയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എവിടെയും ചോദിച്ചാൽ ഇടമലയാർ നദി പെരിയാറിൻ്റെ പോഷക നദിയായ ഇടമലയാർ തന്നെയാണ്, പക്ഷേ ജില്ല എറണാകുളം. ഇടുക്കി ഏറ്റവും വലിയ പദ്ധതി ഇടുക്കി ഇരിക്കുന്നത് പെരിയാർ, ഇടുക്കി തന്നെയാണ്. നേര്യമംഗലം ഇരിക്കുന്നത് മുതിരമ്പുഴയിലാണ്, പെരിയാറാണ് മുതിരമ്പുഴ, ഇടുക്കി തന്നെയാണ്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് ഇടുക്കിയിൽ. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇടുക്കിയിലാണ്, മുതിരമ്പുഴ പെരിയാറിൻ്റെ പോഷക നദി. അതുപോലെ തന്നെ പന്നിയാർ, നമ്മൾ പറഞ്ഞു പന്നിയാർ ഇടുക്കി. പെരിങ്ങൽകുത്ത് ചാലക്കുടി തൃശ്ശൂരാണ്. പെരിങ്ങൽകുത്ത് പദ്ധതി ചാലക്കുടി പുഴ തൃശ്ശൂർ. ഷോളയാർ പദ്ധതി ചാലക്കുടി പുഴ തൃശ്ശൂർ. ശബരിഗിരി പമ്പ പത്തനംതിട്ട. മണിയാറും ഇരിക്കുന്നത് മെയിൻ നദി പമ്പ പത്തനംതിട്ട. കക്കാട് പദ്ധതിയും കക്കാട് നദി പത്തനംതിട്ട. പമ്പയാണ്, ഇതെല്ലാം പമ്പയായിട്ട് ബന്ധമാണ്. കുറ്റ്യാടിപ്പുഴ കോഴിക്കോട്. ദ ഫസ്റ്റ് വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള ടു ഹാവ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിസിറ്റി ജനറേഷൻ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പദ്ധതിയാണ്. ദ ഫസ്റ്റ് വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള ഹാവ് ഓൺ ഇലക്ട്രിസിറ്റി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഒരു പഞ്ചായത്താണ് മാങ്കുളം ഇടുക്കി. അതുപോലെ തന്നെ കോഴിക്കോട് കുന്നമംഗലം എന്ന് പറയുന്നത് ഫസ്റ്റ് പഞ്ചായത്ത് ടു ഇംപ്ലിമെൻറ്റ് ദ വാട്ടർ കാർഡ് സിസ്റ്റം ആദ്യം കൊടുത്തത്, വാട്ടർ കാർഡ് സംവിധാനം ആദ്യം ഏർപ്പെടുത്തിയത് കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്താണ്. സ്മോൾ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് പബ്ലിക് അസിസ്റ്റൻസ്. കണ്ടോ, ഒരു സ്മോൾ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് ഒളവണ്ണ മോഡൽ പഞ്ചായത്താണ്. കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ്. എന്താണ്, കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത്, സ്മോൾ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ്. ഓർക്കണേ, ചെറുകിട ഒരു സ്മോൾ ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ള പദ്ധതി പബ്ലിക് അസിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുവന്നത് ഒളവണ്ണ മോഡൽ എന്നാണ് പദ്ധതിയുടെ പേര്. കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ്. ക്ലിയർ അല്ലേ? ദ ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ടു ഓൾ ഹൗസസ്. അതായത് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ആദ്യം മാങ്കുളം ഇടുക്കിയാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ വീടുകളിലും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തത്, പ്രൊവൈഡ് ചെയ്തത്, എല്ലാ കണക്ഷൻസും ഇലക്ട്രിസിറ്റി കറണ്ട് എല്ലായിടത്തും കൊടുത്തത് കണ്ണാടി പഞ്ചായത്താണ്. പാലക്കാട് കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് കണക്ഷൻസ് ടു ഓൾ ഹൗസസിൽ ഇലക്ട്രിസിറ്റി കൊടുത്തത്, വിതരണം ചെയ്തത്. ദ ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ കേരള ടു ബി ഇലക്ട്രിഫൈഡ് മങ്കട മലപ്പുറമാണ്. അതായത് ഏത് ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരളത്തിൽ ഫസ്റ്റായിട്ട് ഇലക്ട്രിഫൈ ചെയ്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലെ മലപ്പുറമാണ് കേട്ടോ. ഏത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് നമ്മുടെ ഫസ്റ്റ് ദ ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ കേരള ടു ബി ഇലക്ട്രിഫൈഡ്, വൈദ്യുതീകരിച്ച ആദ്യത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് മലപ്പുറം. ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ടു ബി ഫുള്ളി ഇലക്ട്രിഫൈഡ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യത്തെ കേരളത്തിലെ ജില്ല പാലക്കാട് തന്നെയാണ്, പാലക്കാട്. തൃശ്ശൂർ ഈസ് ദ ഓൺലി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രൊവൈഡിങ് ഇലക്ട്രിസിറ്റി ഇൻ കേരള. കേരളത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുന്ന ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. വൈദ്യുതി വിതരണം ചെയ്യുന്ന കോർപ്പറേഷനാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ. അതുപോലെ തന്നെ നമ്മുടെ പ്ലേസസ് ഇൻ കേരള വേർ KCB ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിസിറ്റി. അതായത് പ്ലേസസ് ഇൻ കേരള വേർ KCB ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിസിറ്റിയാണ്. KCB ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് ഏതാണ്? തൃശ്ശൂർ കോർപ്പറേഷൻ ആൻഡ് മൂന്നാർ. സ്വന്തമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആൻഡ് മൂന്നാർ. KCB ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇലക്ട്രിസിറ്റി. ക്ലിയർ അല്ലേ? പാലക്കാട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ചുള്ളിയാർ ആൻഡ് തുണക്കടവ് ഡാം. പാലക്കാട്, അതായത് ചുള്ളിയാർ ഡാമും തുണക്കടവ് ഡാമും ഒക്കെ പാലക്കാടാണ്. ചുള്ളിയാർ അണക്കെട്ടും തുണക്കടവ് ഡാമും ഒക്കെ ഇരിക്കുന്നത് പാലക്കാടെന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? കുന്തിപ്പുഴ എന്ന് പറയുന്നതും നമുക്കറിയാം പാത്രക്കടവ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാത്രക്കടവ് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന നദി കുന്തിപ്പുഴയാണെന്ന് ഓർക്കണേ. പാത്രക്കടവ് കുന്തിപ്പുഴയിലാണ് പ്രപ്പോസ് ചെയ്തിരുന്നത്. ദ ഡിസ്ട്രിക്ട് വെയർ ചെമ്പുക്കടവ് പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ്. ചെമ്പുക്കടവ് പ്രോജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? കഞ്ചിക്കോട് പാലക്കാടാണ് കേട്ടോ. കഞ്ചിക്കോട് പാലക്കാടാണ് ചെമ്പുക്കടവ് പ്രോജക്റ്റ്. ക്ലിയർ അല്ലേ? ഡാംസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് പന്നിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. നമ്മൾ പെരിയാറിൻ്റെ പോഷക നദിയാണല്ലോ പന്നിയാർ. ആ പന്നിയാർ പദ്ധതി ഏതൊക്കെ ആയിട്ട് ബന്ധം വെച്ചാൽ ഇടുക്കിയിലാണ്. കറക്റ്റ് ആനയിറങ്കൽ ഡാമും പൊന്മുടി ഡാം ഇടുക്കിയിലുണ്ട്. ഡാംസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് പന്നിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന അണക്കെട്ടുകളാണ് ആനയിറങ്കൽ, ഇടുക്കിയിലാണ് ആനയിറങ്കൽ. പൊന്മുടി ഡാമും ഇടുക്കിയാണ്. ഡിസ്ട്രിക്ട് വെയർ ബാരാപ്പോൾ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ്. PS ചോദിച്ചാണ് ബാരാപ്പോൾ പദ്ധതി കണ്ണൂർ ജില്ലയിലാണ്.
അപ്പോൾ ബാരാപ്പോൾ പദ്ധതി കണ്ണൂർ ജില്ലയിലാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ വിവരം പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കാണാം. താങ്ക് യു.